ആരെ നീതു അത്? എന്റെ ലൈഫിലെ ഏറ്റവും സ്പെഷ്യൽ ആയ ആളാണ് ഈ കേക്ക് മുറിക്കാൻ എന്റെ കൂടെ നിൽക്കേണ്ടത്. അർജുൻ, come on stage. ഇവനെയാണോ അവൾക്ക് വിളിക്കാൻ കണ്ടത്? ചിത്ര, എനിക്ക് പറ്റില്ല ചിത്ര, ഞാൻ പോവാ. നീ അവിടെ ഒന്ന് നിൽക്ക് ഗൗരി. അർജുൻ എന്താ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. എന്നിട്ട് തീരുമാനിച്ചാൽ പോരെ പോണോ പോണ്ടേന്ന്. രാജു, നീ എന്ത് തീരുമാനിച്ചു? ഞാനോ? ഞാൻ അർജുൻ, അവൻ ആ നീതുവിന്റെ കൂടെ നിന്ന് കേക്ക് മുറിക്കുമോ? അവള് വിളിച്ച പാടെ തന്നെ അവൻ കയറി പോയല്ലോ അങ്ങോട്ട്. ഗൗരി, എന്താണ് നടക്കുന്നതെന്ന് നോക്കട്ടെ, നീ സങ്കടപ്പെടാതെ. ഗൗരി, അവൾ തീർന്നു. അർജുൻ, ഇങ്ങോട്ട് വരൂ അർജുൻ. താങ്ക്സ് നീതു. ഇത്രയും വലിയൊരു പാർട്ടിക്ക് എന്നെ ക്ഷണിച്ചതിനും ഈ ബഹുമതി എനിക്ക് തന്നതിനും. പക്ഷേ ഈ കേക്ക് മുറിക്കാൻ എന്നേക്കാൾ യോഗ്യതയുള്ള ഒരാൾ ഇവിടെയുണ്ട്. ഇന്ന് ഹരിയുടെ ജന്മദിനമാണ്. നീതുവിന്റെ ആഡംബര പാർട്ടിയിൽ ഇന്ന് കേക്ക് മുറിക്കേണ്ടത് അവനാണ്. അതല്ലേ ഇതിന്റെ ഒരു ഭംഗി, അല്ലേ നീതു? ഗൗരി, അവൾ വീണ്ടും ജയിച്ചു. ഇനിയിപ്പോ ഹരിയെ വിളിക്കുകയല്ലാതെ വേറെ ഒരു മാർഗവുമില്ല. അവനുമായി തന്നെ കേക്ക് കട്ട് ചെയ്യാം. എല്ലാവരും കേട്ട സ്ഥിതിക്ക് ഇനിയിപ്പോ അവൾക്ക് സന്തോഷിക്കാൻ ഒരു കാരണം കൂടി. വീണ്ടും വീണ്ടും ഞാൻ തന്നെയാണല്ലോ തോൽക്കുന്നത്. ഗൗരി, ഞാൻ കേക്ക് മുറിച്ചാൽ അത് നിന്റെ കൂടെ മാത്രമായിരിക്കും. മനസ്സിലായോ കളിപ്പി? അവനീ പാർട്ടി കഴിഞ്ഞ് പോകുന്ന സമയം അവനെ അങ്ങ് വഴിയിൽ വെച്ച് തീർത്തേക്കണം ഇന്ന് തന്നെ. വിക്രം, അതെങ്ങനെ? അതൊക്കെയുണ്ട്, അതിനൊക്കെ ഞാൻ ആളെ പറഞ്ഞ് ഏർപ്പാടാക്കിയിട്ടുണ്ട്. വിക്രം, എന്തിനാണേലും ഞാനുമുണ്ട് കൂടെ. നാളത്തെ സൂര്യോദയം അവൻ ഇനി കാണാൻ പോകുന്നില്ല. അതുമാതിരി പണിയാ ഞാൻ അവനായി ഒരുക്കി വെച്ചിട്ടുള്ളത്. കുഞ്ഞപ്പൂ, നമുക്ക് വേഗം കഴിക്കാം, എന്നിട്ട് അടുത്തതെടുക്കാം. കുഞ്ഞപ്പൂ, തക്കട് പറയേ, പോകാൻ പറ്റേ. ഓരോ ചിരി കണ്ടിട്ടേ എനിക്ക് തോന്നുന്നില്ല നമുക്ക് ഐസ്ക്രീം തരാനാണ് അവർ നമ്മളെ വിളിക്കുന്നതെന്ന്. അതിനെന്താ ചിന്നു, നമുക്ക് എന്തിനാ ഓര് തരുന്നേ? ഈ ടേബിളിൽ ഇഷ്ടം പോലെ ഉണ്ടല്ലോ. നമുക്ക് എത്ര വേണമെങ്കിലും വാരെടുത്ത് തിന്നാം, പൈസ ഒന്നും കൊടുക്കണ്ട, ഫ്രീ അല്ലേ? അത് ശരിയാ കുഞ്ഞപ്പൂജി പറഞ്ഞത്, ഞാനിന്ന് കോരി തിന്നും. എന്റെ അമ്മന്റെ വഴിക്കൊന്നും പറയൂല, കാരണം പൈസ ഒന്നും കൊടുക്കണ്ടല്ലോ. കുഞ്ഞപ്പൂ, ഓര് നമ്മളെ കളിയൊക്കെ ചിരിച്ചാന്ന് എനിക്ക് നല്ല ഡൗട്ട് ഉണ്ട്. അവരൊക്കെ ഗൗരി ചേച്ചിയുടെ ശത്രുക്കളാ. അതൊക്കെ എനിക്ക് വെറുതെ തോന്നുന്ന ചിഞ്ഞോ. ഓലാടെ ശത്രുതയും കാട്ടിക്കുത്തിരുന്നോട്ടെ, നമ്മക്കിപ്പെന്താ? ചിഞ്ഞോ, ഇജ്ജങ്ങോട്ട് തിന്ന് ചിഞ്ഞോ. ഓക്കെ, അപ്പൊ പിന്നെ ഓൾക്ക് ഐസ്ക്രീം ഒന്നും കിട്ടൂലല്ലോ. ഹലോ, നിങ്ങള് ഫുഡൊന്നും കാണാത്ത വീട്ടിൽ നിന്നാണോ വരുന്നത്? ഓലെന്തിനാ അങ്ങനെയൊക്കെ പറയുന്നത്? ഞാൻ പറഞ്ഞില്ലേ, അവർക്ക് നമ്മളോട് ദേഷ്യാണ്. കുറെ നേരം ഇരിക്കണോ അവര് നമ്മൾ അവിടെ നോക്കി നിൽക്കണോ? അതിനിപ്പെന്താ, ഓല ഐസ്ക്രീം ഒന്നും അല്ലല്ലോ. കുഞ്ഞാപ്പോ പോട്ടാ, ഇതിങ്ങനെ പല്ലും തട്ടിക്കൊണ്ട് നിന്നോ. ഒരു പറഞ്ഞൊന്നും കേൾക്കണില്ല നമുക്ക്. ഓലെന്തെങ്കിലും പറഞ്ഞിട്ട് തിന്നോ, നമ്മക്കിത് തിന്നാന്ന് അങ്ങോട്ട് നോക്കണ്ട. ഓ, ഈ പൊട്ടിനെ കൊണ്ട് തോറ്റു. ഓലെന്ത് പറഞ്ഞാൽ കുഴപ്പമില്ല, ഞാൻ നല്ലോണം തിന്നു. എന്നെ വിളിച്ച
നിങ്ങളെയൊക്കെ ക്ഷണിച്ചത് തന്നെയാണോ അതോ വലിഞ്ഞുകയറി വന്നതോ? ഞങ്ങളെയൊക്കെ ക്ഷണിച്ചിട്ടല്ലേ ഞങ്ങൾ വന്നിക്കണത്. ഞങ്ങൾ പിന്നെ വരുമ്പോ ക്ഷണക്കത്ത് കാണിച്ചു തരണോ? ദാ പോണു. അയ്യോ, എന്റെ ഡ്രസ്സ്. നാശം പിടിച്ച പിള്ളേര് വലിഞ്ഞുകയറി വന്നതും പോരാ, ഓരോന്ന് കാട്ടിക്കൂട്ടിക്കോളും ആക്രാന്തം മൂത്തിട്ട്. അയ്യേ, ഇത്രയൊക്കെ ചെയ്ത് കൂട്ടിയിട്ട് ചിരിക്കുന്നോ? ചിന്നു, നോക്കടി, കാക്കി കഷ്ടം. ആ ചേച്ചിയുടെ ഡ്രസ്സില് നല്ല രസമില്ലേ കാണാന്? നല്ല വില കൂടിയ ഡ്രസ്സാ ഇത്. അല്ലാതെ നിങ്ങളെ പോലെ വില കുറഞ്ഞ ഡ്രസ്സൊന്നുമല്ല. ഇതിന് കള ഇനി എങ്ങനെ പോവാനാ? അയ്യോ, ആ നീതുവിന്റെ ഫ്രണ്ട്സ് അല്ലേ അത്? ഇവരെന്തോ കുരുത്തക്കേട് ഒപ്പിച്ചു. അതാ അവരിങ്ങനെ കളിപ്പായി നിൽക്കുന്നത്. പിള്ളേരെ, നിങ്ങൾ എവിടെയും കുരുത്തക്കേട് കാണിക്കാൻ തുടങ്ങിയോ? നിങ്ങൾ ധൈര്യമായി കഴിച്ച പിള്ളേരെ, ഇവിടെ ആരും ഒന്നും നിങ്ങളെ പറയാൻ പോകുന്നില്ല. തക്കടുവാവേ, നീ എന്താ വെറും കൈയായി നിൽക്കുന്നേ? ഇത് കഴിക്ക്. നല്ല അർജുനേട്ടൻ. അർജുൻ, നീ ഇവരെ ഇങ്ങനെ തലയിൽ കയറ്റി വെക്കില്ലേ? വീട്ടിൽ ചെന്നാൽ അമ്മ ഇവറ്റകളെ ശരിയാക്കും. അതിനെന്താ, അവരൊക്കെ എന്റെ പിള്ളേരല്ലേ. ചിന്നു, വാ അപ്പുറത്തേക്ക് മാറി നിന്ന് തിന്നാ. എന്നിട്ട് പിന്നെ ഇത് കഴിഞ്ഞിട്ട് ഇങ്ങ് വന്നിട്ട് എടുക്കാം. നാശങ്ങളെ തിന്നാൻ നാളത്തെ പോലെ കാട്ടിക്കൂട്ടുക. എന്തിനാ അവളെ ഇവറ്റകളേക്ക് വിളിച്ചതെന്നാവോ? ചിലപ്പോ എന്തെങ്കിലും വേസ്റ്റ് ആവുമെന്ന് കരുതി വിളിച്ചതായിരിക്കും ബാക്കിയുള്ളതൊക്കെ തിന്നാൻ. ഇതിപ്പോ വേസ്റ്റ് ആകാനൊന്നും അവർക്ക് ഒഴിവില്ലല്ലോ. എന്തൊക്കെ കാണുന്നത്? ഇന്നിപ്പോ നമ്മൾ തിന്നിട്ട് മരിച്ചു. ദേ അടുത്തത്. ഇതും അവളുടെ കൂട്ട് തന്നെയാണാവോ? ആയിരിക്കും, കണ്ടിട്ട് അങ്ങനെയാ തോന്നുന്നത്. എന്തു പറ്റിയിട്ടാ? ചെറുക്കന്മാരെ, അവിടെ അന്തം വിട്ട കുന്തം പോലെ നോക്കി നിൽക്കാനല്ലേ ഞങ്ങൾ അവിടെ ആക്കിക്കണത്. ഞങ്ങളിങ്ങനെ പാത്രം പിടിച്ചുകൊണ്ട് വരുമ്പോഴേ ഇതിക്ക് ഇങ്ങനെ വാരിക്കോരി ഇട്ട് തരണം. എവിടുന്ന് വരുന്നു ഇതൊക്കെ? അതിൽ തന്നെ ഇഷ്ടം പോലെ ഉണ്ടല്ലോ താത്ത. അത് തിന്നിട്ടേ വന്നോളേ, അടുത്തത് നമ്മൾ ഇഞ്ഞും തരാ. അന്നോടല്ലേ ഞാൻ പറഞ്ഞത് മൈൻഡ് അടിച്ച പോലെ നിൽക്കാതെ. എനിക്കിത് സ്വഭാവം നേരത്തിൽ അറിയില്ല. ഈ പാത്രത്തിൽ കുറച്ചുകൂടി വാരിക്കോരി ഐസ്ക്രീം ഇടടെ ചേർക്കാം. അയ്യോ താത്ത, നിങ്ങളുടെ മറ്റേ കയ്യിൽ പിടിച്ചിട്ട് പോയിക്കൊന്നാ. ഈ പാത്രം എന്റെ കൈകൊണ്ട് ഒറ്റക്ക് പിടിക്കാൻ പറ്റൂല. ഈ രണ്ട് കൈകൊണ്ട് നാങ്ങി പിടിച്ചാലേ ഇതിപ്പോ ശരിയാകുള്ളൂ. ഇതൊരു കാര്യം ചെയ്യേ, ഇതിന്റെ സൈഡിൽ പതുക്കെ വെച്ചോ. ഞാൻ നീലൊക്കെ പിടിച്ചുകൊണ്ടേക്ക് ടേബിളിൽ കൊണ്ടുപോയി വെച്ച് തിന്നോളാം. അതിനിങ്ങനെ ഒറ്റ കസേരയും ബാക്കിയില്ല. ഒക്കെ വയറും വാടകയ്ക്ക് എടുത്ത് വന്നിക്കല്ലേ തിന്നാനായിട്ട്. അത് താത്ത, ആ കസേര ഒഴിയുമ്പോ അതിലോട്ട് അങ്ങോട്ട് ഇരുന്നാ മതിന്നേ. താത്താക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കണ സുക്കൂറേ. താത്ത, നിങ്ങൾക്ക് എത്രണ്ണം വേണമെങ്കിലും എടുത്തോളീം താത്ത. അതിന്നേ ആ